ഈ ഒരു നീലക്കാട് വന്നതിനെ കുറിച്ചിട്ട് മലപ്പുറംകാർക്ക് എന്താ പറയാനുള്ളത്? നീലക്കാടിന്റെ നിയമങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നീലക്കാട് എങ്ങനെയാണ് ഇത്ര നീലക്കാട് കിട്ടുമ്പോൾ റെഡ് കാർഡ് ആവേണ്ടത്, അതിനൊരു നിയമവശം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയുണ്ടാവും. ഇപ്പോൾ എന്താണ് നീലക്കാടിന് എന്താ ഇപ്പൊ ബേസിക്കലി പറയുകയാണെന്ന് പറഞ്ഞാൽ, നീലക്കാട് എന്ന് പറഞ്ഞാൽ ഒരു നീലക്കാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് പറയാ, ഒരു നിശ്ചിത സമയത്തേക്ക് പ്ലെയർ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ ഒരു ടച്ച് ലൈനിൽ നിന്ന് വെളിയിൽ നിൽക്കേണ്ടി വരും. ഇതാണ് നീലക്കാടിന്റെ ബേസിക്കായിട്ടുള്ള സംഭവം. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതൊരു പുതിയ നിയമമാണ്. ഇപ്പോ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നീലക്കാർഡ് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലെയർ 10 മിനിറ്റ് വരെ കളത്തിന് പുറത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ നന്നായിരിക്കും. കാരണം ഇപ്പോ വളരെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് തോറ്റ് നിൽക്കുന്ന കളിയാണെങ്കിൽ, അതായത് തങ്ങൾ ജയിച്ച് നിൽക്കുന്ന കളിയാണെന്നുവെച്ചെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇങ്ങനെ കുറെ എന്താണ് ലേറ്റ് ആക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ പരിക്ക് പറ്റി കഴിഞ്ഞാല് അങ്ങനെ നിൽക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയം കളയാൻ വേണ്ടി നോക്കുന്ന പ്ലേയേഴ്സിനൊക്കെ ഇതൊരു തിരിച്ചടിയായിരിക്കും. നീലക്കാർഡ് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലെയർ 10 മിനിറ്റ് വരെ പുറത്ത് പോയി നിൽക്കണം. ആ സമയത്ത് കളി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ആ ടീം 10 ആളായിട്ട് കളിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ തീരുമാനങ്ങളൊക്കെ നല്ലതാണ്. ഒരു പരിധി വരെ ആ ഒരു സംഭവങ്ങളോ അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്യുന്ന ഡിലേയിങ് ടാക്ടിക്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു എന്താന്ന് പറയുക, ഇതൊരു ആവശ്യമില്ലാത്ത ഒരു കാർഡ് പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഓൾറെഡി എന്താണ് അതിന്റെ റൂൾസും നിയമങ്ങളൊക്കെ ഓൾറെഡി അടിപൊളിയാണ്. അതിൽ നമ്മൾക്കിപ്പോ അതിന്റെ റൂൾ കൊണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയർ ഇപ്പോൾ ഓവറായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ട്, അതിന് മഞ്ഞക്കാടുണ്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു നീലക്കാടും കൂടി കൊണ്ടുവരേണ്ട ആവശ്യകത എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഫുട്ബോൾ അടിപൊളിയാണ്. ഫുട്ബോളിൽ ഇപ്പൊ ഇനിയിപ്പോ ഇതുപോലെ നീലക്കാട്, മഞ്ഞക്കാട്, ചുവപ്പ് കാർഡ്, ഓറഞ്ച് കാർഡ്, അതേപോലെ പല വർണ്ണത്തിലുള്ള പല നിറത്തിലുള്ള കളറുകൾ കൊടുക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് അതായത് ഓരോ കളറിനും ഓരോ നിയമങ്ങൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇതിലിപ്പോ എന്താണ് ഓസിൽ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഇങ്ങനെ ഒരു നീലക്കാട് കൊണ്ടുവരികയാണെങ്കിൽ അത്ലറ്റിക്കോ അതുപോലത്തെ ടീമുകളൊക്കെ കളിക്കുമ്പോൾ 6 പ്ലേയേഴ്സിനെ വെച്ചിട്ട് മാത്രം കളിക്കേണ്ടി വരും. കാരണം അവര് പറഞ്ഞാൽ അതുപോലെ സിലി മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. വേണേ നമുക്ക് അങ്ങനെ ചെയ്യാം. വേണേ നമുക്കൊരു അങ്ങനെ നീലക്കാടിന്റെ നിയമം കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അത് ഇത്ര പ്രാക്ടിക്കൽ ആവുന്ന ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ് പറയാ, ഇപ്പൊ ഈ ഒരു എന്താണ് പറയാ നീലക്കാട് കൊടുന്നു തന്നെ വിചാരിച്ചോ. അപ്പൊ അതേപോലെ നീലക്കാട് ഒരു പ്ലെയറിന് കിട്ടി, അപ്പൊ വലിയൊരു തല്ല് കിടന്ന് വിചാരിച്ചോ, വലിയൊരു അടി കിടന്ന്, അപ്പൊ നമുക്ക് എത്ര പ്ലേയേഴ്സ് നീലക്കാട് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് ഒരു 4-5 പ്ലേയേഴ്സ് അപ്പൊ ഗ്രൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും വലിയൊരു അവസ്ഥ ആവും. അപ്പൊ നേരെ മറിച്ച് മഞ്ഞക്കാടാണെങ്കിൽ അവർക്കൊരു കറക്റ്റ് ആയിട്ട് അതിനൊരു ഇതുണ്ട്, അതിന് അപ്ലിക്കേഷൻ ലെവൽ സംഭവം ഉണ്ട്. ഇപ്പൊ മഞ്ഞക്കാടാന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മഞ്ഞക്കാട് കിട്ടി, മഞ്ഞക്കാട് കിട്ടി അവർക്ക് ഒരു പേടിയുണ്ട്, ഇനി അടുത്ത മഞ്ഞക്കാടല്ല റെഡ് കാർഡാന്നുള്ളത്. അവരാ ഒരു അടിയൊക്കെ വഴക്കിന്നൊക്കെ അവർ മാറി നിൽക്കും. അല്ലെങ്കിൽ റെഡ് കാർഡ് ആണെങ്കിൽ അവർ പിന്നെ ഈ ഒരു മാച്ച് അടുത്ത മാച്ച് അവർക്കൊരു പേടിയുണ്ട്. നേരെ മറിച്ച് ഈ ഒരു നീലക്കാടാണെങ്കിൽ അവർക്ക് ആ ഒരു സംഭവം ഇല്ല. പിന്നെ ഇതിപ്പോ അവര് പറയണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നേരെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഫുട്ബോളിൽ കൊണ്ടുവരണില്ല, ആദ്യം യൂത്ത് ലെവലിൽ, അതേപോലെ അടുത്ത വർഷത്തെ FA കപ്പിലൊക്കെ ഇത് കൊണ്ടുവരണമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സ് അവർ ഇപ്പോൾ ഓൾറെഡി എടുത്തു വരുന്നുണ്ട്. മൊത്തത്തിൽ ഇത് കൊടുത്തിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ.